ഹലോ, ചെമ്പനീർ പൂവിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം. അപ്പോൾ എന്തായാലും നമ്മുടെ ചെമ്പനീർ പൂവിന്റെ കഥ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഇപ്പോഴത്തെ കഥ. കാരണം രേവതിയുടെയും സച്ചിയുടെയും ആ ഒരു പ്രണയ നിമിഷമാണ് ഇപ്പോൾ കാണാനായിട്ട് സാധിക്കുന്നത്. അതുമാത്രമല്ല, രേവതിയുടെയും സച്ചിയുടെയും ആ ഒരു താലുമാറ്റൽ ചടങ്ങും പിന്നെ ശാന്തി മുഹൂർത്തമൊക്കെ നടത്താനുള്ള ഒരു തയ്യാറെടുപ്പിലാണ് മുത്തശ്ശി. അപ്പോൾ അത് മുടക്കാൻ വേണ്ടിയിട്ടും നമ്മുടെ ചന്ദ്രമതിക്ക് ശ്രമിക്കുകയാണ്. പക്ഷേ ഇനി എന്തൊക്കെ സംഭവിക്കാം? ഇനി അവരുടെ വിവാഹത്തിൽ ചെറിയ ചെറിയ രഹസ്യങ്ങൾ പുറത്താവാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ ഇനി എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് നോക്കാം. അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞങ്ങളുടെ പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഭയങ്കര ഒരു ടെൻഷനിലായിരുന്നു രേവതി. പക്ഷേ സച്ചി ആ ഒരു സമയത്ത് കൃത്യസമയത്താണ് വന്ന് രേവതിയെ രക്ഷിച്ചത്. അപ്പോൾ അതിൻ്റെ ഒരു നന്ദി പ്രകടനങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അങ്ങനെ അത് കഴിഞ്ഞതിന് ശേഷം നോക്കുമ്പോൾ സച്ചി പുറത്ത് ആരെയോ ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. പക്ഷെ രേവതിയെ കണ്ടപ്പോൾ തന്നെ സച്ചി പെട്ടെന്ന് ഒരു വെപ്രാളവും അല്ലെങ്കിൽ ആ ഒരു ഫോണിൽ സംസാരിക്കണ്ട എന്നുള്ള ഒരു രീതിയിൽ ഫോണൊക്കെ മാറ്റി വെക്കുന്നുണ്ട്. അപ്പോൾ ഇത് രേവതി നല്ലതുപോലെ ശ്രദ്ധിച്ചു. അപ്പോൾ രേവതി തന്നെ പറയുവാണ്, ഇത് എന്താ സംഭവം, അല്ലെങ്കിൽ എന്നെ കാണുമ്പോൾ തന്നെ ഇത്രയും വെപ്രാളം കാണിക്കേണ്ട ആവശ്യം എന്താണ് എന്ന് പറഞ്ഞ് രേവതി നേരെ പോയി സച്ചിയോട് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ നാളെ എന്തായാലും ചടങ്ങല്ലേ, അപ്പോൾ നിനക്ക് സന്തോഷമായല്ലോ, നിന്റെ അമ്മയും അച്ഛനെ എല്ലാവരെയും വിളിച്ചില്ലേ, അപ്പോൾ ഒരുപാട് സന്തോഷമായല്ലോ എന്നൊക്കെ പറഞ്ഞതിന്റെ കൂട്ടത്തിൽ രേവതി സച്ചിയോട് ചോദിക്കുന്നുണ്ട്, ഞാൻ വന്നപ്പോൾ എന്താ ഫോണ് മാറ്റിയത്, അല്ലെങ്കിൽ ആരെയോ വിളിക്കാനായിട്ട് ധൃതിയിൽ നിൽക്കുമായിരുന്നല്ലോ, പിന്നെ ഞാൻ വന്നപ്പോൾ എന്താ പെട്ടെന്ന് മാറ്റിയത് എന്ന് രേവതിയോട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ സച്ചി പറയുവാണ്, ഞാൻ ആ ഒരു കഞ്ചാവ് ആ ഒരു കാറിൽ ഒളിപ്പിച്ചു വെച്ച അവന്മാരെ കണ്ടുപിടിക്കാനായിട്ടുള്ള ഒരു തിടുക്കത്തിലാണ്. അങ്ങനെ ഞാൻ നേരെ സൂപ്പർ മാർക്കറ്റിൽ പോയിരുന്നു എന്നും അങ്ങനെ സൂപ്പർ മാർക്കറ്റിൽ ആ ഒരു ക്യാമറ ഞാൻ കണ്ടു. അങ്ങനെ ആ ഒരു CCTVയിൽ ചെക്ക് ചെയ്തു. പക്ഷേ ആ ഒരു CCTVയിൽ കുറച്ച് ദിവസം കൊണ്ട് അത് കംപ്ലൈന്റ് ആയിരുന്നു എന്നും അവിടുത്തെ മാനേജർ ഇല്ലാത്തത് കൊണ്ട് തന്നെ അത് നോക്കാൻ പറ്റില്ല. പക്ഷേ ഞാൻ അയാളെ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, ഫോൺ സ്വിച്ച് ഓഫ് ആണ്, എന്തായാലും ഞാൻ അയാളെ കണ്ടുപിടിച്ചിരിക്കും. അപ്പോൾ രേവതിക്ക് ഭയങ്കര ടെൻഷനായി. കാരണം ഗജാനന്ദനാണ് ഇതിന്റെ പിന്നിലെന്ന് രേവതിക്ക് അറിയാം. ആ ഒരു സത്യം സച്ചി തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അവർക്കിടയിൽ വലിയൊരു യുദ്ധം തന്നെ സംഭവിക്കും. അവസാനം രേവതിയുടെ ജീവിതമാണ് നഷ്ടപ്പെടാനായിട്ട് പോകുന്നത്. സച്ചിയെ ജയിലിൽ പിടിച്ചിട്ട് കഴിഞ്ഞാൽ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഇതിൽ എങ്ങനെയെങ്കിലും സച്ചിയെ പിന്തിരിപ്പിക്കാൻ വേണ്ടിയിട്ട് രേവതി ശ്രമിക്കുമ്പോൾ ആ ഒരു സത്യത്തിലേക്ക് കൂടുതൽ അടുക്കാൻ വേണ്ടിയിട്ടാണ് സച്ചി ശ്രമിക്കുന്നത്. അപ്പോൾ ആ ഒരു സംസാരങ്ങളൊക്കെ ഇങ്ങനെ നടക്കുവാണ്. എന്തായാലും ശ്രുതി വന്ന് ആ ഒരു വീട്ടിൽ വന്നിട്ട് ജോലിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് സുധിയുടെ അമ്മ വിളിക്കുന്നത്. അപ്പോൾ സുധിയുടെ അമ്മ വിളിക്കുന്നത് കണ്ടിട്ട് ശ്രുതി കോൾ എടുത്തു. അപ്പോഴാണ് ചന്ദ്രമതി പറയുന്നുണ്ട്, നാളെ ഇതേപോലെ ഒരു ചടങ്ങുണ്ടെന്നും മുത്തശ്ശി വന്നിട്ടുണ്ട്, അപ്പോൾ ശ്രുതിയെ കാണണമെന്ന് പറഞ്ഞു. അപ്പോൾ മുത്തശ്ശിയെ കാണാൻ വേണ്ടിയിട്ട് ശ്രുതി നാളെ ഇവിടെ 10 മണിയൊക്കെ ആകുമ്പോൾ എത്തണം. അതുമാത്രമല്ല രേവതിയുടെ ഒരു താലിമാറ്റൽ ചടങ്ങുണ്ട്, അപ്പോൾ എന്തായാലും തീർച്ചയായിട്ടും ശ്രുതി വരണം എന്നൊക്കെ ചന്ദ്രമതി വിളിച്ച് ശ്രുതിയോട് പറയുന്നുണ്ട്. അപ്പോൾ സന്തോഷത്തോടെ ഞാൻ വരാം, രാവിലെ തന്നെ വരാം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് മീര വന്നിട്ട് കാര്യം ചോദിക്കുകയും ചന്ദ്രമതി പറഞ്ഞ കാര്യങ്ങളൊക്കെ മീരയോട് ശ്രുതി പറയുവാണ്. അപ്പോൾ മീര പ്രത്യേകിച്ച് പറയുന്നുണ്ട്, നീ ശ്രദ്ധിക്കണം, കാരണം ശ്രുതിയുടെ അച്ഛമ്മയാണെങ്കിൽ പോലും വയസ്സായവർ ഓരോ കുറച്ചിട്ട് ചോദ്യങ്ങൾ ചോദിക്കും, അല്ലെങ്കിൽ ഓരോ കാര്യങ്ങൾ കുത്തി ചോദിക്കും, സത്യം പുറത്താകാതിരിക്കാൻ വേണ്ടിയിട്ട് നീ ശ്രദ്ധിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു കോളിംഗ് ബെൽ അടിക്കുന്നുണ്ട്. അപ്പോൾ ശ്രുതി എന്ന് വിചാരിച്ചുകൊണ്ടാണ് മീര പോയി കഥവ് തുറക്കുന്നത്. അപ്പോൾ വന്നിരിക്കുന്നത് ശ്രുതിയുടെ അമ്മയും മകനായിട്ടുള്ള ആദിയുമാണ്. അപ്പോൾ അവരെ കണ്ടപ്പോഴത്തേക്കും ശ്രുതിക്ക് ഭയങ്കര ഷോക്കായിപ്പോയി. ഇങ്ങോട്ട് വരരുത് എന്ന് പറഞ്ഞിട്ട് എന്തുകൊണ്ട് ഇങ്ങനെ വന്നു എന്നുള്ള രീതിയിൽ അവർ വന്ന ആ ഒരു സന്തോഷം പോലും കാണിക്കാതെ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ട് സംസാരിക്കുവാണ്. എന്നിട്ട് ശ്രുതി എങ്ങനെ ഈ ഒരു സമയത്ത് വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും എന്നാലോചിച്ച് ശ്രുതി അവരോട് അമ്മയോട് ചോദിക്കുകയും, അപ്പോൾ ഇത് കേട്ടിട്ട് ആദ്യം ചോദിക്കുവാണ്, അതാരാ ശ്രുതി ആന്റിയുടെ ഫ്രണ്ടാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എന്തായാലും ഇതൊക്കെ അതെ ഫ്രണ്ടാണ്, എന്തായാലും മീരയോട് പറഞ്ഞിട്ട് ജ്യൂസ് എടുക്കാൻ വേണ്ടി പറയുവാണ്. പക്ഷെ അമ്മ പറയുന്നുണ്ട്, ഞാൻ വന്നത് നിന്നെ ബുദ്ധിമുട്ടിക്കാനല്ല, ഞാൻ കുറച്ച് പൈസ തരാനായിട്ടാണ്, നിന്റെ അമ്മായി തന്നതാണ് എന്നൊക്കെ പറഞ്ഞ് പൈസ എടുത്ത് 50,000 രൂപ എടുത്ത് കൊടുക്കുകയും സന്തോഷത്തോടെ ശ്രുതി വാങ്ങുന്നുണ്ട്. എന്തായാലും നീ പേടിക്കേണ്ട ആവശ്യമില്ല, ഞാനും ആദ്യം ഇപ്പം തന്നെ ഇറങ്ങും എന്ന് പറഞ്ഞ് അവരെ പുറപ്പെടാനായിട്ട് തുടങ്ങുമ്പോഴാണ് ശ്രുതി പറയുന്നത്, എന്തായാലും ഇനിയിപ്പോൾ പോകേണ്ട ആവശ്യമില്ല, ഒരുപാട് രാത്രിയായില്ലേ, നിങ്ങൾ അവിടെ എത്തുമ്പോൾ ഇരുട്ടത്തില്ല, അതുകൊണ്ട് നാളെ പോകാം. അങ്ങനെ രാത്രി തന്നെ ആദിക്ക് ആഹാരമൊക്കെ വാരിക്കൊടുത്ത് ആദ്യ സന്തോഷത്തോടെ ഇരിക്കുന്ന സമയത്ത് കല്യാണത്തെ പറ്റിയൊക്കെയുള്ള ചോദ്യങ്ങൾ വരുന്നുണ്ട്. ആ സമയത്ത് മീരയോട് പറഞ്ഞിട്ട് കല്യാണ സാരിയും സാധനങ്ങളൊക്കെ കാണിച്ചു കൊടുക്കുവാണ്. അപ്പോൾ അമ്മയ്ക്ക് ഒരുപാട് സന്തോഷമായി. അതിൻ്റെ കൂടെ ആദിക്കും അമ്മയ്ക്കും
കൂടി ഒരു ഡ്രസ്സും കൂടി എടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞ് ശ്രുതി പറയുകയും മീര അത് കൊണ്ട് കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ ഒരു ഡ്രസ്സ് കണ്ടപ്പോൾ അമ്മയ്ക്ക് ഒരുപാട് സന്തോഷം തോന്നി. എന്റെ മകള് ആ ഒരു കല്യാണത്തിന് എന്നെ ക്ഷണിച്ചതായിരിക്കും എന്നാണ് വിചാരിച്ചത്. പക്ഷേ ഈ ഒരു ഡ്രസ്സ് എടുത്തു തന്നു എന്ന് കരുതി കല്യാണത്തിന് വരാനായിട്ട് നിൽക്കരുത്. ഞാൻ അപ്പോൾ എനിക്ക് തോന്നി ഞാൻ എടുത്തു തന്നു എന്നേ ഉള്ളൂ, അല്ലാതെ പ്രത്യേകിച്ച് ഒരു കാര്യമില്ലെന്നും നിങ്ങൾ വിവാഹത്തിന് വരരുത്. പക്ഷെ ഒരുപാട് വട്ടം ചോദിക്കുന്നുണ്ട്, കല്യാണം ഒരു അമ്പലത്തിൽ വെച്ചല്ലേ നടക്കുന്നത്, അപ്പൊ ആര് വന്നാൽ എന്താ പ്രശ്നം, ഒരു പ്രശ്നവും ഇല്ലല്ലോ, ഞങ്ങൾ വന്നോട്ടെ എന്നൊക്കെ ചോദിക്കുന്നുണ്ടെങ്കിൽ വേണ്ട എന്നവിടെ ശ്രുതി പറയുവാണ്. അപ്പൊ ശ്രുതിയുടെ ആ ഒരു തീരുമാനത്തിൽ ഭയങ്കര സങ്കടം തോന്നി. എന്തായാലും ശ്രുതിയുടെ അമ്മയും ആദ്യം ഒരുപാട് സന്തോഷത്തോടെയാണ് മകൾക്ക് നല്ലൊരു ജീവിതം കിട്ടുമല്ലോ എന്നൊരു സന്തോഷത്തിൽ അമ്മയും, ആന്റിയെ കാണാൻ പറ്റിയല്ലോ എന്നുള്ള സന്തോഷത്തിൽ ആദ്യം നിൽക്കുന്നുണ്ട്. എന്തായാലും രാവിലെ തന്നെ രേവതി സച്ചിക്ക് വേണ്ടിയിട്ട് ചായയൊക്കെ കൊണ്ടു കൊടുക്കുകയാണ്. പക്ഷെ സച്ചി ആ ഒരു ജോലിക്ക് പോകാനുള്ള തിടുക്കത്തിലാണ്. അപ്പോൾ രേവതി ചോദിക്കുന്നുണ്ട്, ഇന്നൊരു ദിവസത്തേക്ക് ലീവ് എടുത്തൂടെ, ഇന്ന് താലിമാറ്റൽ ചടങ്ങ് നടക്കുമല്ലേ, പക്ഷെ വേണ്ട, എനിക്ക് ഒരുപാട് കടങ്ങളുണ്ട്, നിനക്ക് തന്നെ അറിയാലോ, അപ്പൊ ഞാൻ ലീവ് എടുത്തു കഴിഞ്ഞാൽ ശരിയാവത്തില്ല. അങ്ങനെ രേവതിയോട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി രേവതിയുടെ സമ്മതത്തോടു കൂടി സച്ചി ജോലിക്ക് പോകാനായിട്ട് ഇറങ്ങുവാണ്. ഈ ഒരു സമയം രവീന്ദ്രൻ സച്ചിക്കും രേവതിക്കും വാങ്ങിച്ച ഡ്രസ്സും പിന്നെ ആഭരണങ്ങളും കാര്യങ്ങളൊക്കെ കൊണ്ട് കൊടുക്കുകയും അങ്ങനെ സന്തോഷത്തോടെ താലിമാലയും പിന്നെ രേവതിക്ക് വേണ്ടിയിട്ടുള്ള സ്വർണ്ണ കമ്മലും വളയും ഒക്കെ അച്ഛമ്മ ഇങ്ങനെ എടുത്ത് കാണിക്കുന്നുണ്ട്. അപ്പൊ അതൊക്കെ കണ്ടപ്പോൾ ഒരുപാട് വയറെരിഞ്ഞ് ദേഷ്യത്തോടെ നിൽക്കുന്നത് നമ്മുടെ ചന്ദ്രമതിയും സുധിയാണ്. ഇത്രയും ഒരു രണ്ടാമത് താലികെട്ടൽ ചടങ്ങിന് പോലും ഇത്രയും സ്വർണ്ണങ്ങൾ കൊടുക്കുന്നുണ്ടോ? എന്റെ മോന് വേണ്ടിയിട്ടുള്ള കല്യാണത്തിന് ഞാൻ ഒരുപാട് പൈസ ചോദിക്കാൻ, ഞാൻ ആ ഒരു പൈസ തന്നത് പോലും ഞാൻ അടിമപ്പണി എടുത്തിട്ടാണ് എനിക്ക് അത്രയും കുറച്ച് പൈസ തന്നത്. പക്ഷെ ആ ഒരു പൈസ തന്നിട്ട് പോലും അത് നേരെ സച്ചിയുടെയും രേവതിയുടെയും വായിലോട്ടാണ് പോയത്. എന്നിട്ടും ഇത്രയും ഒരു കാര്യവും ചെയ്യാതെ അവർക്ക് സുഖമായിട്ട് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുക്കുന്നത് കണ്ടോ എന്നൊക്കെ പറയുമ്പോൾ ഇങ്ങനെ ദേഷ്യത്തിൽ പിച്ചും പേയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും അച്ഛനമ്മയ്ക്ക് രവീന്ദ്രന് ഒരുപാട് സന്തോഷം തോന്നി. അതുകൂടാതെ തന്നെ ശ്രീകാന്തിനോട് പറഞ്ഞിട്ട് ഓരോ സാധനങ്ങൾ വാങ്ങിച്ച്, പഴങ്ങളും പിന്നെ ആ ഒരു ഹാരവും പൂവും കാര്യങ്ങളൊക്കെ നീ വാങ്ങിച്ചുകൊണ്ട് വരണം, ഈ വീടൊക്കെ അലങ്കരിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ സമയത്താണ് നമ്മുടെ സച്ചിയും രേവതിയും കൂടി പടിയിറങ്ങി വരുന്നത്. അപ്പോൾ സച്ചിയെ കണ്ടപ്പോൾ അച്ഛമ്മ എവിടെ പോകുന്നു എന്നൊക്കെ ചോദിക്കുകയും, എനിക്ക് ജോലിക്ക് പോകണം അച്ഛമ്മ, ഒരുപാട് കടങ്ങളില്ലേ, അങ്ങനെ പക്ഷെ നീ പോകണ്ട, ഇന്നത്തെ പ്രത്യേകത അറിയാമല്ലോ, അതുകൊണ്ട് നീ പോകേണ്ട ആവശ്യമില്ല എന്നൊക്കെ പറഞ്ഞ് അവിടെ സച്ചിയെ തടയുവാണ് രവീന്ദ്രനും അച്ഛമ്മയും. പക്ഷെ അവസാനം രേവതി പറയുന്നുണ്ട്, അച്ഛമ്മ പോയിട്ട് വരട്ടെ, 10 മണിയൊക്കെ ആകുമ്പോൾ തിരിച്ചു വരാന്നല്ലേ പറഞ്ഞത്, ഒരുപാട് കടങ്ങളില്ലേ അച്ഛമ്മ, അതുകൊണ്ട് പോയിക്കോട്ടെ. അങ്ങനെ സച്ചിയുടെ ആ ഒരു അവസ്ഥ എന്താണെന്ന് മനസ്സിലാക്കി രേവതി സച്ചിക്ക് സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുകയാണ്. അപ്പോൾ രേവതിയുടെ സമ്മതപ്രകാരം സച്ചി ജോലിക്ക് പോവുകയും 10 മണിക്ക് ഞാൻ എത്തും എന്നൊരു വാക്ക് കൊടുത്തിട്ടാണ് പോകുന്നത്. അങ്ങനെ സന്തോഷത്തോടെ അവരുടെ ഈ ഒരു സന്തോഷ നിമിഷങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അതൊന്നും ഇഷ്ടപ്പെടാതെ അവിടെ ചന്ദ്രമതി ഓരോ കുത്തിത്തിരിപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അങ്ങനെ എല്ലാവരും പോയതിനു ശേഷം രേവതി കഴിക്കാനുള്ള ആഹാരം ഉണ്ടാക്കുന്ന സമയത്ത് നമ്മുടെ ചന്ദ്രമതി വന്നിട്ട് രേവതിയോട് സംസാരിക്കുവാണ്. ആദ്യം നിനക്ക് സമയവും കാലവും രാഹുകാലവും എല്ലാം നോക്കിയിട്ടാണ് നിനക്ക് താലി കെട്ടിയത്. പക്ഷേ ആ ഒരു താലി കെട്ടിയതിനു ശേഷവും സച്ചിയുടെ ജീവിതം സന്തോഷത്തോടെ ഒന്നും മുന്നോട്ട് പോയിട്ടില്ല, നിങ്ങൾക്ക് ഒരുപാട് പ്രശ്നങ്ങളെ വന്നിട്ടുള്ളൂ. അതുകൊണ്ട് രണ്ടാമത് താലി കെട്ടിയാലും ആ ഒരു പ്രശ്നങ്ങളൊന്നും ഇനി മാറാൻ പോകുന്നില്ല, കാരണം സമയത്തിലോ ദിവസത്തിലോ ഒന്നും അല്ല, നിന്റെ രാശിയിലാണ് പ്രശ്നം എന്ന് രേവതിയെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത്? എന്തായാലും പ്രേക്ഷകരെല്ലാവരും കാത്തിരുന്ന ഒരു ദിവസമാണ് നാളെ നടക്കാൻ പോകുന്നത്. സച്ചിയുടെയും രേവതിയുടെയും മനസ്സുകൊണ്ട് മനസ്സുകൊണ്ട് പോലും തയ്യാറെടുത്ത, ഒരുപാട് ആഗ്രഹിക്കുന്ന ആ ഒരു താലിമാറ്റൽ ചടങ്ങാണ് നാളെ നടക്കാൻ പോകുന്നത്. നാളെ തന്നെയാണ് അവരുടെ ശാന്തി മുഹൂർത്തം നടത്താൻ വേണ്ടിയിട്ട് അച്ഛമ്മ തീരുമാനിക്കുന്നത്. അപ്പോൾ ഇനി എന്തൊക്കെയായിരിക്കും, ഇതിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ നടക്കുമോ, ഇനി അവരുടെ സന്തോഷത്തോടെയുള്ള ആ ഒരു കല്യാണവും കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ട് നമുക്ക് നാളെ കാത്തിരിക്കാം. അതുവരേക്കും ബൈ.